കൊച്ചമാരെ നമ്മൾ രാവിലത്തെ കാസ്റ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് രക്ഷപ്പെട്ടില്ല. പോയെന്ന് വെച്ചാൽ ഇവിടെ തൂമ്പിനകത്ത് ഇവിടെ കണ്ടത്തെ പാടത്തിന് കൃഷി കഴിഞ്ഞിട്ട് നേരെ മീൻ വെള്ളം കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടുള്ള ചെറിയൊരു വീശോല വെച്ച് നൈസായിട്ട് മീൻ പിടിച്ചാൽ നോക്കുകയാണ്. കുറച്ച് വെള്ളത്തിൽ കയറിയിട്ടുണ്ട്. ബാക്കി അപ്പം തൂമ്പൊന്നുമല്ല, ചെറിയ അള്ളയാണ്. അതായത് കല്ലുകെട്ട് ചെറിയ ലീക്കാണ്. ഞാൻ ചെറുതായിട്ട് നൈസായിട്ട് പള്ളത്തിൽ ഇത്തിരി വെള്ളത്തിനകത്ത് പള്ളത്തിൽ നമ്മൾ കണ്ട അവിടെ വീശോല ചെറുതായിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് വീണുണ്ട്. ഞാൻ രാവിലെ തൊട്ട് വന്ന് കാശിയും കഴിഞ്ഞപ്പോൾ നോക്കിയാണ്. ഇവിടെ എല്ലാം മീനുണ്ട്. കുറച്ച് നമുക്ക് കിട്ടി ചെയ്തുണ്ട് നമ്മുടെ വെള്ളത്തിൽ കിട്ടാൻ വേണ്ടി. നേരെ ഒരുപാടായി. എന്താ വള്ളത്തോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശേഷ ചോറസിന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നാന്ന് കാണട്ടെ. ഇതൊക്കെ തന്നെ പരിപാടി. പിന്നെ ഇവിടെ ഒരു പരിപാടിയും കൂടെ പോട്ടെ. കണ്ടോ, രാവിലെ ഇറങ്ങിയത് കേട്ടോ. രാവിലെ കാർഷിക വേണ്ടി ഇറങ്ങി ഉപ്പോളം കറിയൊക്കെ കണ്ടോ. നമ്മുടെ ഇവിടുത്തെ പോളയും കാര്യങ്ങളെല്ലാം തള്ളിപ്പോയി. അതുപോലെ മീനടിയും പൊതുവെ മടുപ്പാണ്. തിരിച്ചു വന്നപ്പോഴാണ് അതായത് നമ്മുടെ തൂമ്പിനത് ആ അത് തന്നെ എന്നതാണ് കല്ലിയട്ടാത്ത ചെറിയ ലീക്കാണ്. അതായത് ചെറിയ വെള്ളത്തിനകത്ത് ഒഴുകുന്ന, അതായത് ഉപ്പുവെള്ളം കയറിയപ്പോൾ പൊട്ടി ആ കായൽ കുറഞ്ഞ് വെള്ളം കൂടി ബേസിക് അതിനകത്ത് ഇപ്പം കല്ലിനകത്ത് ലീക്കിനകത്ത് ഒഴുകുന്ന അങ്ങനത്തെ വള്ളത്തിൽ കയറി വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ വള്ളത്തിൽ കയറി വരുന്നുണ്ട്. അങ്ങനത്തെ നമ്മൾ ആദ്യമേ കിട്ടിയതെല്ലാം കുറച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ കയറി വരുന്നുണ്ട്. നമ്മുടെ വല അവിടെ വെച്ചേക്കുന്നത് നമ്മുടെ കച്ചാവലയൊന്നുമല്ല, നമ്മുടെ വീശുവല വെച്ചേക്കുന്നത്. അല്ല പൊടിവല, നമ്മുടെ പൊടിവല വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണണ്ടേ. അപ്പോൾ നമ്മളിതേ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് നേരെ വെടിയിലോട്ട് പോകും. ഇതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കുന്ന ഫുള്ള് വള്ളത്തിൽ കേട്ടോ ഓടുന്നത്. അവിടെ ചെറിയ കൂട് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടെല്ലാം ഓടുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത്. അതുപോലെ കുറേ ഇതുണ്ടോ നമ്മൾ വല വെച്ചേക്കുന്നത്. കണ്ടോ ഇടയ്ക്കുള്ള ഫുള്ള് വള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിൽ ഇതുണ്ടോ കണ്ടോ കണ്ടോ കടിക്ക് വരുന്നുണ്ടോ. അടിപൊളി. ഇത് കണ്ടോ കൈക്കൊക്കെ കോരി എടുക്കുക കേട്ടോ. കൈ കണ്ടോ ഉഴുത്ത വെള്ളത്തിൽ കേട്ടോ. ഇതുണ്ടോ ആയിട്ട് കേട്ടോ കേട്ടോ. നമ്മുടെ വാല ഇത്രയും ഭാഗത്ത് അടച്ചു വെച്ചേക്കും കേട്ടോ. നമ്മുടെ കച്ചാവല വെക്കുന്ന പോലെ അവിടെ വീശുവലയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഓ കിടക്കുന്നുണ്ടോ. കുറേ നാളായി കേട്ടോ അങ്ങനെ കണ്ടിട്ട്. ഈ ഇടയ്ക്ക് കൂടുതൽ നമ്മൾ കാസ്റ്റിംഗ് പരിപാടിക്കായിട്ട് നടന്നുകൊണ്ട് ട്രഡീഷണൽ ഫിഷിങ് കുറവായിരുന്നു. നമ്മളിത് പിന്നെ ഇറങ്ങിയേക്കുവാണ്. പറക്കെടുക്കുക. ഇതുകൊണ്ടോ പൊക്കുന്നതിന് കാരണം നമ്മൾ ഈ പൊക്കുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ചാടി കയറിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഈ ഒഴുക്കത്ത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് കയറുമല്ല. എല്ലാം നല്ല കിടിലം വെള്ളത്തിൽ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ. കണ്ടോ ഓ കണ്ടോ അതെ പിന്നെയും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വലയൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കാം. അന്നേരം ഏതാണെങ്കിലും കയറും. ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് അല്ലേ. ശരിക്കും നമ്മൾ
ഇപ്പുറം ഒരു ചെറിയ കൂട് നേരത്തെ കാണിച്ചു തന്നില്ലേ, അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. അവിടെ ആഴൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇതുണ്ട് അയ്യോ ഇഷ്ടം പോലെ. കണ്ടോ ഇറങ്ങി പോവാ. അവിടെ ഇവിടെയായിരുന്നു കൂടിട്ടെ. ഇത് കണ്ടോ ഫുള്ളുണ്ട്. കണ്ടോ ഓക്കെ. കൂടിനകത്ത് കിടന്ന് പടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടിനകത്ത് കയറിയ വള്ളത്തിനെ പിടിച്ച് നമ്മുടെ മക്കിലോട്ട് ഇട്ടേക്കാം. ആദ്യം കിട്ടി ഇത് കൂടുതലുണ്ടായിരുന്നു കേട്ടോ, അത് നമ്മൾ കൊണ്ട് മാറ്റിയിട്ടേക്കുവാണ്. നമുക്ക് പോകുന്ന സമയത്ത് നമുക്കെല്ലാം കാണിച്ചു തരാം. കാഴ്ച അപ്പോൾ നമ്മൾ ഇപ്പറ ഇരുന്ന കൂട് നമ്മൾ പൊക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഇത് അടുത്ത് കയറി ഇത് കണ്ടോ പിടയ്ക്കുന്നുണ്ടോ. ഒന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കയറിയത് അത് കണ്ടോ. ഈ ബക്കറ്റ് ഏകദേശം നിറയാറായിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് മാറ്റാൻ സമയമായി. ചെറിയ ഗ്യാപ്പിൽ നിന്ന് കേട്ടോ ഈ മീനെല്ലാം ഇറങ്ങി വരുന്നത്. ആ പൊക്കം കണ്ടോ, അവിടുന്ന് ചെറിയൊരു തുളയ്ക്കകത്ത് കൂടെ ഇറങ്ങി വരുന്നത്. നമുക്ക് ബക്കറ്റിലോട്ട് ഇടുക. ഓക്കെ ഓക്കെ. ഇത് ഏതുപോലെ ആയിരുന്നടാ? പൊടിവല നമ്മുടെ പോലെ ആയിരുന്നോ? ഇപ്പം ആ വീട്ടിൽ നിന്ന് വാങ്ങിച്ചാണോ? ആണോ? കാശിന് ചൂണ്ടായിട്ട് വന്നിട്ട് ഇപ്പം വലയായിട്ട് വള്ളത്തിൽ പിടിക്കുന്നുണ്ട്. അതാണ്, അങ്ങനെയാണെങ്കിൽ മീൻ പിടിച്ചിട്ടുള്ളൂ പോകത്തുള്ളൂ. ആ ചുമ്മാ നടന്നു പോകുമ്പോഴൊക്കെ ഓരോന്നും പിടിച്ചോണ്ട് പോകും കേട്ടോ. എല്ലാം ഇറങ്ങി സൗണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒഴുകി നേരമായിട്ട് പോകും കേട്ടോ. അവരുടെ കണ്ടത്തിൽ കൃഷിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ്, വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുക. നമുക്കൊന്ന് കരക്കോട്ട് കയറണം. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇവിടെ എല്ലാം ഫുള്ള് മുള്ളൻപായലും. നമ്മൾ മറ്റേ ചേർമീനും വായൊക്കെ അടിച്ചോണ്ടിരുന്ന ഈ ഭാഗത്തു നിന്നായിരുന്നു. ആ പായലും എല്ലാം പോയി ഫുള്ള് ക്ലിയർ ആയി കണ്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് പൊക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വരയ്ക്കകത്ത് വള്ളത്തിൽ പിന്നെയും കയറിയിട്ടുണ്ട്. ഓരോരോനും വള്ളത്തിൽ നിറയുക കേട്ടോ. കാരണം ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ആ സൈഡിൽ എല്ലാം വന്ന് നിൽപ്പുണ്ട്. അവിടെ നിന്ന് എല്ലാം ഇങ്ങോട്ട് കയറി വരിക കണ്ട. ആഹാ കിടക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. എല്ലാം ചെറുതാണ് നോർമലായിട്ടുള്ള വള്ളത്തിൽ. പക്ഷേ ഇതിനാ ടേസ്റ്റ് അല്ലേ, ചെറിയ വള്ളത്തിൽ ഇത് മാത്രം മതിയല്ലേ ഓർമ്മ. അടുത്ത വന്ന് കയറുന്നതാണ്. ഇതുണ്ടോ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇടിച്ച് നിൽക്കുന്നുണ്ടോ. കണ്ടോ 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 ചാടി കയറുക. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. കുത്തി വെക്കേണ്ട താമസം പിന്നെയും പിന്നെയും വരുമോ കേട്ടോ. എല്ലാം ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. നടക്കുന്നുണ്ടോ കുറേ വരുന്നേ ഉള്ളൂ തോന്നുന്നല്ലേ. നോക്കട്ടെ ഒന്ന് ഉണ്ടോ.
ഇത്രയും വെള്ളത്തിൽ കൂടെ കേട്ടോ അവന്മാർ വരുന്നത്. അതാണോ? അയ്യോ അതിൻ്റെ അയ്യോ ഇതുണ്ട് വെയിലടിച്ച് കഴിയുമ്പോൾ പള്ളത്തിൻ്റെ ദേഹം തിളങ്ങുന്നുണ്ട്. എന്നെ കളറാന്ന് നോക്കി. ആഹാ അപ്പോൾ ഗൈസ് ഇവിടെ മനുസരിച്ചാണ് പിടിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ വള്ളത്തിൽ തൊട്ട് താഴെ ഫുള്ള് വന്നിരിക്കുക. ഇത് കണ്ടോ ഉമ്മ പറക്കി ഇട്ടുകൊണ്ടിരിക്കുക. കഴുത്തിൻ്റെ കയ്യിലും കയറിയിട്ടുണ്ട്. കണ്ടോ ഇതുണ്ടോ കുഞ്ഞൻ വള്ളത്തിൽ ആണതെ ഇതേ ഗുരുവാ. ആഹാ ഇളക്കാൻ നോക്കി കണ്ടോ. കര കയറുന്നുണ്ടല്ലേ. ചാടി പോകുന്നവർക്ക് അവിടെ കയറിപ്പോ കറക്റ്റ് കയറിയിട്ടുണ്ട്. എക്സൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാഹുബലി പോകുന്ന ഒരു വള്ളത്തിനെ പിടിച്ചുണ്ടായിട്ട് പോകുന്നുണ്ട്. നല്ല വെയിലുണ്ട്. അതിനനുസരിച്ച് കാറ്റ് വെള്ളമുണ്ട്. വലിയ കുഴപ്പമില്ല. ഇതാണോ വെള്ളമാരെ കീറിയിട്ടുണ്ട് നല്ല കുറവാണ്. അപ്പോൾ കാഴ്ച നമ്മുടെ ചെറിയ കൂട് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഇപ്പം വള്ളത്തേക്ക് നായായിട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ. കാരണം നല്ല വെയിലായിട്ടുണ്ട്. ഇത് കണ്ടോ നോക്കിയാൽ കാണാം. ഭയങ്കര കാറ്റാട്ടോ. ആ വല നോക്കിയില്ല. കൂടൊന്ന് ജസ്റ്റ് ആണോ ഉണ്ടോ വള്ളത്തിൽ. കണ്ടോ വലിയ വെള്ളത്തിലുണ്ട് കുഞ്ഞു വെള്ളത്തിലുണ്ട് കേട്ടോ. വെള്ളം കൂടിയോ കിട്ടി കേട്ടോ. ഇതേ ആടിപ്പോകും. നമ്മൾ കുറച്ച് നേരം മാറുന്ന സമയം കൊണ്ടേ അതുകൊണ്ടോ പലക്കകത്ത് നിറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഓടിക്കയറുന്നുണ്ടോ. അയ്യോ ഇതുണ്ടോ ചാടിക്കയറുന്ന മൊത്തം പള്ളത്തി കേട്ടോ. ഇതുണ്ടോ കുറച്ച് പോകുന്നത്. ആഹാ വെള്ളത്തിൽ ഇത് കണ്ടോ ഇങ്ങോട്ട് ഒത്തിരി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. മരെല്ലാം തിരിച്ചടിക്കാത്തോട്ട് കേട്ടോ. ഓടിക്കുന്ന ഒരു കയ്യിലൊക്കെ ആടി കയറുന്നത്. ഇതുണ്ടോ ആ മൂലയ്ക്കെന്നാ ഉള്ളു പോകുന്നത്. അമ്മ വാരി നിറയ്ക്കുക കേട്ടോ. ആ എന്താ പിന്നെ നെല്ലൊക്കെ വാരിയിരുന്ന പോലല്ലേ. ചേർമീൻ പിടിക്കാൻ വന്നിട്ട് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് പള്ളത്തിൽ വാരി കേട്ടോ. രാവിലെ തുടങ്ങിയതാണ്. ഉച്ച ഒരു മണിയൊക്കെ സമയമായി. ഇപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. വെള്ളത്തിൽ കൂടി
ഇവിടുന്ന് കണ്ടോ ഇച്ചിരി കൂടെ ശക്തിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതേ വലയൊക്കെ പൊക്കിയിട്ട് നമ്മൾ കരക്കോട്ട് കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ നമുക്കൊരു അടിപൊളി ഒരു കുറവ കിട്ടിയിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. കിട്ടിലൊരു കുറവ. അതുപോലെ ഇഷ്ടം പോലെ വള്ളത്തി ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി. ഉണ്ട് കിട്ടിലും വള്ളത്തി എല്ലാം കിടക്കുന്ന കുഞ്ഞു വള്ളത്തി വലിയ വള്ളത്തി എല്ലാം ഉണ്ട് കേട്ടോ. രാവിലെ കാസിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാണ്. കാരണം ഇപ്പോഴും കയറി കാരണം മീനടി പൊതുവെ മടുപ്പാണ്. അതായത് നോക്കിയപ്പോൾ നമ്മുടെ ഈ കല്യാടിൻ്റെ ഇടയ്ക്ക് വെള്ളം താഴോട്ട് ഒഴുകുന്നുണ്ട്. അവിടെ ഫുള്ളി പള്ളത്തി കയറി വരിക. അങ്ങനെ നമ്മളിതേ വല വെച്ച് കിട്ടിയതാണ് ഇത്രയും. ഇതേ ബാക്കി നമ്മൾ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഈ ഭാഗത്തുനിന്ന് കേട്ടോ നമ്മൾ വല വെച്ചേക്കുന്ന ഭാഗത്തോട്ട് മീൻ കയറി വരാൻ ഈ ഗ്യാപ്പിൽ കൂടിയാണ്. ഇവിടെ ഇഷ്ടം പോലെ കളകെട്ടി നിൽപ്പുണ്ട് കേട്ടോ. അതുപോലെ കുറുവയും നമ്മുടെ പള്ളത്തിയില്ല എല്ലാം ഈ സൈഡിലാണ് നിൽക്കുന്നത്. അവിടെ നേരെ കയറി ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ വല വെച്ചേക്കുന്ന അവിടെ ചെല്ലും. നമ്മുടെ ബക്കറ്റൊക്കെ നിറഞ്ഞു കേട്ടോ. പുറത്ത് കൊടുത്തായിരുന്നു. അതെ അപ്പുറം കൂട് പൊക്കിക്കൊണ്ടിരിക്കുക. കഴിക്കാണ് പറക്കിയിരുന്നത്. നിങ്ങളിത് കണ്ടോണം കേട്ടോ. അടിപൊളി കഴിക്കായിരുന്നു കണ്ടോ. വന്ന് കയറുന്ന മുഴുവൻ വള്ളത്തിൽ കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴും ഉള്ളു ഇങ്ങനെ വള്ളത്തിൽ കയറത്തുള്ളൂ. എന്നാലും മായത്തവൻ പിടിച്ച് കയറ്റുവാന്നേ ഉള്ളൂ. ബക്കരും കൂടി ഞാൻ അടുപ്പിച്ച് വെച്ചാ അതേ കുറവ കിട്ടി കുറവ അതേ കിടക്കുന്ന സാമ്പട. അതേ കിടക്കുന്നു. നമ്മുടെ ബക്കറ്റൊക്കെ ഏകദേശം നിറഞ്ഞു കേട്ടോ. കുറച്ച് മീനൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞത് ഇപ്പോൾ കയറിയേക്കുന്നുണ്ടോ. ചുറ്റിലും വള്ളത്തിൽ എല്ലാം കയറിയേക്കുന്നു. നമ്മളത് നിറത്തിലുണ്ട് കേട്ടോ. അടിപൊളി മീൻ കയറും കേട്ടോ. നമുക്ക് നോക്കാം. ആ പോട്ടെ. ആണാടെ അവിടെ നിന്ന് കൈക്ക് പിടിച്ചോണ്ട് വരുന്നത്. എന്നാ പരിപാടി? കിട്ടിയോടാ കയറിപ്പോയോ? നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന മീനെല്ലാം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഈ ചാക്കിൻ്റെ ഏകദേശം ഒരു പകുതിയോളം മീനുണ്ട്. നമ്മൾ ഏകദേശം ഒരു 5-6 കിലോ കൊടുത്ത് അതും കൂടെ പറക്കിയിടുക.